ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഹിന്ദി മൂവിയായ മഹാരാജ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്താലോ? പക്ഷെ അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ലേ? നമുക്ക് കഥയിലേക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം നമ്മുടെ നായകനായ കർസൻ എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. പക്ഷെ നമ്മുടെ നായകൻ ഞെട്ടി സ്തംഭിച്ചു നിൽക്കുക മാത്രമല്ല, അവൻ കരഞ്ഞുകൊണ്ട് കൂടിയാണ് നിൽക്കുന്നത്. അവൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിണറ്റിൽ നിന്ന് നമ്മുടെ കിഷോരിയെ ആരോ പൊക്കിയെടുക്കുന്നതാണ് കാണുന്നത്. കാരണം നമ്മുടെ കിഷോരി മരിച്ചു കഴിഞ്ഞിരുന്നു. ആ പൊക്കിയെടുക്കുന്ന സീൻ കണ്ടിട്ടാണ് നമ്മുടെ നായകൻ കരഞ്ഞുപോയത്. അന്ന് രാത്രി മരണച്ചടങ്ങിന്റെ സമയത്ത് അവളുമായുമുള്ള മെമ്മറീസ് നമ്മുടെ കർസൻ ഓർക്കുന്നു. അവളുമായിട്ട് സ്നേഹിച്ചിരുന്ന കാലവും അവളുമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കണ്ടിരുന്ന കാലവുമാണ് അവൻ ഓർമ്മിച്ചത്. എത്രമാത്രമാണ് അവൻ അന്ന് കിഷോറി സ്നേഹിച്ചത് എന്നവൻ ഓർക്കുന്നു. അപ്പോൾ അവൻ്റെ മാമനും കുടുംബവും എല്ലാവരും അവനെ രൂക്ഷമായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവളുടെ അനിയത്തി അവൻ്റെ അടുത്ത് ഓടിച്ചെന്ന്, ചേട്ടാ, ഇത് ചേച്ചി മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണ്, ഇത് അവളുടെ സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ അനിയത്തി അവന് കൊടുക്കുന്നു. അതിൽ അവൾ മരിക്കാൻ പോകുന്നതിൻ്റെ കാരണവും പിന്നീട് കുറച്ച് കാര്യങ്ങളുമാണ് എഴുതിയിരുന്നത്. ജെയുടെ തനി നിറം എനിക്ക് വേണ്ടി നീ എല്ലാവർക്കുമായി പുറത്തു കൊണ്ടുവരണമെന്നും ഇനി ഒരു പെണ്ണിനും ഇതുപോലുള്ളൊരവസ്ഥ ഉണ്ടാകരുതെന്നും എൻ്റെ ആത്മാവിന് എന്നാൽ മാത്രമാണ് ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ കിഷോരി ആ കത്തിൽ പറയുന്നുണ്ടായിരുന്നത്. നമ്മുടെ നായകൻ മഹാരാജന്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ഈ കത്ത് വായിച്ച് വേഗം അവിടേക്ക് ചെല്ലുന്നു. നീയാണ് എൻ്റെ കിഷോറിയെ കൊന്നതെന്നും ഇനി നിന്നെ മുച്ചോടെ മുടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. നിന്റെ ഭാര്യയും മകളെയും നീ ഇതുപോലെ പാദസേവിക്ക് അയക്കോ എന്ന് നമ്മുടെ നായകൻ ചോദിക്കുന്നു. ഞാൻ എഴുത്തിലൂടെ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്നും നിന്റെ തനി നിറം എല്ലാവരെയും അറിയിക്കുമെന്നും ഈ ഹവേലിക്ക് വേണ്ടി ഞാൻ പോരാടുമെന്നും പറയുന്നു. നിന്നെ മണ്ണോട് മണ്ണാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർസൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ദാദാഭായ് നാരോജിയോട് പിറ്റേ ദിവസം നമ്മുടെ കർസൻ ഇതിനെപ്പറ്റി എഴുതണമെന്നും നമ്മുടെ പ്രസ്സിലൂടെ എല്ലാം പുറത്തേക്ക് അറിയിക്കണമെന്നും പറയുന്നു. പക്ഷേ ദാദാഭായ് നാരോജി ഇതെല്ലാം ഭയങ്കര സെൻസിറ്റീവ് കാര്യങ്ങളാണെന്നും ഒരിക്കലും നമ്മുടെ പ്രസ്സിലൂടെ ഇത് അറിയിക്കാൻ പറ്റില്ല, കാരണം ഇത് നമ്മളെ തന്നെ ബാധിക്കുമെന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ കർസൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കർസൻ പറയുന്നു, എന്നാൽ ഞാൻ സ്വന്തമായി ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. സത്യപ്രകാശ് എന്നാണ് ആ പത്രികതയുടെ പേരിട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കർസന്റെ അടുത്തേക്ക് ഒരു ലെറ്ററും എത്തുന്നുണ്ട്. അവന്റെ ആന്റിയുടെ ലെറ്ററാണ്. ഇതിനെല്ലാം എൻ്റെ കട്ട സപ്പോർട്ടുണ്ട്, അതായത് എൻ്റെ എല്ലാ ആശീർവാദം ഉണ്ടെന്നാണ് നമ്മുടെ ഈ സഹോദരി എഴുതിയിരുന്നത്. പത്രം ഒരു രാത്രി കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ സമയം ഒരിക്കലും ഈ പത്രം ഹവേലിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ നായകന്റെ ആളുകൾ അന്ന് രാത്രി കുതിരവണ്ടിയിൽ ഇത് കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോൾ അതാ മഹാരാജന്റെ ആളുകൾ ആ വണ്ടി തടഞ്ഞ് ആ പത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഹവാലിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ പാലസിന്റെ ഉള്ളിൽ വെച്ച് ഇതെല്ലാം കത്തിക്കുന്നു. അപ്പോൾ മഹാരാജനോട് അവിടെയുള്ള വ്യക്തി, നീ ചെയ്ത തെറ്റുകൾ തന്നെയാണ് ഇതിലുള്ളത് എന്നും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യം അറിയുമ്പോൾ നീ അവരോട് മാപ്പ് ചോദിക്കേണ്ടി വരും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് നിന്റെ തെറ്റുകൾ സമ്മതിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മഹാരാജൻ അയാൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ നമ്മുടെ തോഴന്റെ അടുത്ത് പോയിട്ട്, നാളെ മുതൽ നമ്മുടെ ഹവായി മൂടണം എന്ന് പറയുന്നു. അതായത് ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാലിയിലൂടെയാണ് നമ്മുടെ ആളുകളുടെ പ്രഭാതം തുടരുന്നത്. അതായത് ഹവേലിയിൽ വന്നിട്ട് ആശീർവാദം നടത്താതെ അവിടെയുള്ള ഒരു മനുഷ്യനും ജലപാനം കഴിക്കാറില്ല. അപ്പോൾ ഹവാലിയിൽ ആശീർവാദം ചെയ്യാതിരുന്നാൽ കൂടിപ്പോയാൽ 2 ദിവസം അതിനുള്ളിൽ എല്ലാവരും മരിക്കും. സോ അവർ എങ്ങനെ പോയാലും കർസനെ കൊണ്ട് ഇതിനെല്ലാം എന്നോട് വന്ന് മാപ്പ് ചോദിക്കും. അതായിരുന്നു നമ്മുടെ മഹാരാജന്റെ പ്ലാൻ. ഈ ദിവസമാണെങ്കിൽ ആളുകളെല്ലാം തടിച്ചുകൂടുന്നു. എന്തുകൊണ്ടാണ് ഹവേലി തുറക്കാത്തത് എന്ന് പറയുന്നു. അങ്ങനെ അവർ കർസനോട് മാപ്പ് പറയണം, അവൻ കാരണമാണ് നമുക്ക് നമ്മുടെ ദൈവത്തെ ആശീർവാദം ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കർസന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അതാ നമ്മുടെ കർസൻ അവന്റെ കൂട്ടുകാരുമായി അവിടെ വന്ന് അവിടെ ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് ഈ ദൈവത്തിന്റെ വിഗ്രഹം വെക്കുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നത്, മഹാരാജന് എന്നോടുള്ള ദേഷ്യത്തിന് അവനെ എന്നെ ശിക്ഷിക്കാം, പക്ഷെ എന്തിനാണ് നിങ്ങളെ എല്ലാവരും ശിക്ഷിക്കേണ്ട ആവശ്യം? ദൈവമാണ് ആശീർവാദം നൽകേണ്ടത്. നിങ്ങളെല്ലാവരും സേവിക്കേണ്ടത് ദൈവത്തെയാണ്. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ടെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തിനാണ് ഹവേലിയുടെ ഉള്ളിലേക്ക് തന്നെ പോകുന്നത്? ഇപ്പോൾ ഇതാ ഞാൻ ദൈവത്തിന്റെ ഈ വിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട്, അതായത് ഒരു ഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയാലും ആരാധന അർപ്പിക്കാം എന്ന് നമ്മുടെ നായകൻ പറഞ്ഞ് അവരെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു.
അപ്പോൾ അതാ അവിടെ പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി വിസിലടിച്ചുകൊണ്ട് കൈയടിച്ച് മുന്നിലോട്ട് വരുന്നു. നമ്മുടെ നായകൻ പറഞ്ഞതിൽ അവർ എല്ലാവരും അതീവ സന്തുഷ്ടരായിരുന്നു. അങ്ങനെ അവിടെ ഇതിനു മുമ്പ് ഒരു വയസ്സായ വ്യക്തി ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം വന്നിട്ട് ഇന്നത്തെ ആരാധന നീ തന്നെ നടത്തണമെന്ന് നമ്മുടെ കർസനോട് പറയുന്നു. അങ്ങനെ ആളുകൾ എല്ലാം ചേർന്ന് ആ മരത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മഹാരാജനും അവന്റെ തോഴനും മുകളിൽ നിന്നുകൊണ്ട് കാണുന്നുമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരനും കൂടി കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഒരു വലിയ സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു. വിരാജ് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടിയാണ് അന്ന് വിസിലടിച്ച ആ പെൺകുട്ടിയും. അവൾ വന്നിരിക്കുന്നത് ഒരു ജോലി അന്വേഷിച്ചിട്ടാണ്. അവൾ ചോദിക്കുന്നു, എനിക്കിവിടെ ഒരു ജോലി തരാമോ എന്ന്. അപ്പോൾ നമ്മുടെ നായകൻ അവളെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, ജോലി തരാം, പക്ഷെ ശമ്പളം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഓൾറെഡി അവിടെ പണിക്ക് നിൽക്കുന്ന ഒരു അപ്പാപ്പൻ കൂടിയുണ്ട്. അയാൾ പറയുന്നു, അയ്യോ എന്നെ മുതലാളി പണിയിൽ നിന്ന് പിരിച്ചുവിടല്ലേ എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നായകൻ അവരെ രണ്ടുപേരും പിരിച്ചുവിടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ മഹാരാജ് അവന്റെ മാമനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. മാമനോട് പറയുന്നു, നിന്റെ മകൻ എന്നെ പറ്റി ഈ പ്രസ് മുഴുവൻ എഴുതി എല്ലാവർക്കും എത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ആ പ്രസ് നിർത്തിവെക്കാനും അതുപോലെ തന്നെ അവൻ എന്റെ കാൽച്ചുവട്ടിൽ വന്ന് എന്നോട് മാപ്പ് ചോദിക്കാനും അവനോട് പറയണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ മാമൻ പിറ്റേ ദിവസം നമ്മുടെ നായകനെ കാണാൻ വേണ്ടി അവന്റെ പ്രസ്സിലേക്ക് പോകുന്നു. നായകൻ മാമനെ കണ്ടതും വളരെ സന്തോഷവാനായി. പക്ഷെ മാമൻ അപ്പോൾ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട്, ഈ കത്ത് നാളെ നിന്റെ പത്രികയിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നു. നമ്മുടെ നായകൻ അത് മേടിച്ചു വായിക്കുമ്പോൾ അതിൽ ഇനി നമ്മുടെ നായകനുമായിട്ട് മാമന് ഒരു ബന്ധവുമില്ല എന്ന് എഴുതിയിരിക്കുന്നതാണ് അതിൽ കാണുന്നത്. ഇത് കണ്ടതും നമ്മുടെ നായകൻ, താങ്കളാണ് ഇത് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇതിൽ പറയുന്നത് മൊത്തം നമ്മുടെ മഹാരാജൻ എന്നോട് പറയുന്ന പോലെയാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ മാമൻ, നീ ഉടനെ തന്നെ ഇതെല്ലാം നിർത്തിവെച്ച് മഹാരാജനോട് വന്ന് മാപ്പ് ചോദിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ, അത് മാത്രം ഒരിക്കലും നടക്കില്ല മാമ എന്നും, ഞാൻ എപ്പോഴും സത്യം മാത്രമേ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ എന്നും, എൻ്റെ പത്രത്തിൽ ഞാൻ എപ്പോഴും സത്യം എഴുതിയ ആൾക്കാരെ എല്ലാവരെയും അറിയിക്കും എന്നും അവൻ പറയുന്നു. അങ്ങനെ നമ്മുടെ മാമൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ നായകൻ വിരാജിന്റെ അടുത്ത്, ഇത് നാളത്തെ പത്രത്തിൽ തന്നെ നീ കൊടുക്കണമെന്നും പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി നമ്മുടെ നായകനും നായികയും അവന്റെ കൂട്ടുകാരൻ ചേർന്ന് വീണ്ടും സത്യപ്രകാശ് ഹവേലിയിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. ഇതിനു മുമ്പ് പിടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ വീണ്ടും ആ അപ്പാപ്പനെ കുതിരവണ്ടിയിൽ പറഞ്ഞയക്കുന്നു. പക്ഷെ അവർ പച്ചക്കറി കൂടിന്റെ ഉള്ളിൽ ഈ പത്രങ്ങളെല്ലാം സൂക്ഷിച്ച് ഹവേലിയിലേക്ക് കടത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹവേലിയിലുള്ള എല്ലാവരുടെ അടുത്തേക്ക് ഈ പത്രങ്ങൾ എത്തുന്നു. അങ്ങനെ എല്ലാവരും ഇത് വായിച്ചിട്ട് അവർക്കെല്ലാവർക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളും, നമ്മുടെ നിഗൂഢമായ നമ്മുടെ മഹാരാജ കളികൾ എല്ലാം അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മഹാരാജനും അവന്റെ തോഴനും കൂടി പുറത്തുകൂടി നടക്കുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ അവൻ ഒരു പെൺകുട്ടിയെ പാദസേവയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ, രാജ ഇന്ന് കുട്ടിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ആളുകളെല്ലാം പത്രം വായിച്ചു മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വിരാജ്, അതായത് നായിക നിൽക്കുന്നുണ്ടായിരിക്കും. അവൾ വന്ന് നമ്മുടെ മഹാരാജന്റെ അടുത്ത്, ഒരു കർസൻ മതി ഇതെല്ലാം നടത്തിയത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ കർസൻ കാരണം നിങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടായത്. എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ കർസൻ ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും എന്തോരം ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് ആലോചിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് രാജനെ വണങ്ങിക്കൊണ്ട് അവൾ പോകുന്നു. നമ്മുടെ രാജനാണെങ്കിൽ ഇതെല്ലാം ചിരിച്ചുകൊണ്ടാണ് നേരിടുന്നതും. തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ തോഴൻ രാജന്റെ അടുത്ത്, നമുക്ക് അവനെ അങ്ങ് കൊന്നാലോ, ഞാൻ കൊല്ലാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മഹാരാജൻ, വേണ്ട, കാരണം ഇപ്പോൾ അവൻ മരണപ്പെട്ടാൽ എല്ലാവരും എന്നിലേക്കാണ് വിരൽ ചൂണ്ടുക എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ രാജൻ വേറൊരു കളി കളിക്കാൻ തുടങ്ങുന്നു. അതായത് തൻ്റെ പേരിൽ വ്യാജമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കർസനെതിരെ കോർട്ടിൽ ഒരു കേസ് അവൻ ഫയൽ ചെയ്യുന്നു. പോയാലും കുഴപ്പമില്ല, എന്തായാലും ജെജിക്കെതിരെ ഞാൻ പോരാടുമെന്ന് നമ്മുടെ നായകൻ പറയുന്നു. അവന്റെ കൂട്ടുകാരോടാണ് ഇതെല്ലാം അവൻ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി അവർക്ക് ആദ്യം വേണ്ടത് സാക്ഷികളെയാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് സാക്ഷികളെ ഒപ്പിക്കാം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു ഇരുന്നത്. അപ്പോഴാണത് ബാട്ടിയ എന്ന് പറഞ്ഞ ഈ ജെജിയോടൊപ്പമുള്ള ആളുകൾ തന്നെ ജെജിക്കെതിരെ സാക്ഷി പറയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ കർസൻ അവന്റെ വക്കീലിനെയും കൂട്ടി മഹാരാജനെ കാണാൻ പോകുന്നു. നമ്മുടെ മഹാരാജാണെങ്കിൽ അവന്റെ വക്കീലിനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അട്ടിപ്പായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർസൻ കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് തിരികെ വരുന്നു. പക്ഷെ മഹാരാജൻ അവൻ പോകുമ്പോൾ വിചാരിക്കുന്നത് അവൻ മാപ്പ് പറയാൻ വരികയാണെന്നാണ്. പക്ഷെ കോർട്ടിൽ എന്തായാലും കേസ് നടക്കുമെന്ന് നമ്മുടെ മഹാരാജന് മനസ്സിലാകുന്നു. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാക്ഷി പറയാമെന്ന് പറഞ്ഞ പാർട്ടിയേ അവരാരും ഇനി സാക്ഷി പറയില്ല എന്ന് പറയുന്നു. അവരെല്ലാവരും പിന്മാറി. അതിൻ്റെ കാരണം ജെ തന്നെയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ നായകൻ വേറൊരു കാര്യം അറിയുന്നത്. ആരോ അവൻ്റെ പ്രസ്സിന് തീ വെച്ചു.
അത് ഫുൾ നശിച്ചുപോയി. ഇതിലെല്ലാം വിഷമിച്ച് നമ്മുടെ നായികയും നായകനും കൂടി പുറത്ത് വരാന്തയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നായിക അവൾക്ക് 6-ാം വയസ്സിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അവനോട് ഷെയർ ചെയ്യുന്നു. അവൾക്ക് 6 വയസ്സ് തികഞ്ഞപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ ഹവാലിയിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് വെറും 6 വയസ്സുള്ളപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ചീത്ത കാര്യമാണ് സംഭവിക്കുന്നതെന്ന് മാത്രമാണ് അവൾക്കപ്പോൾ മനസ്സിലായത്. എന്നിട്ട് അവൾ നായകനോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി, പക്ഷെ വേറെ പല പെൺകുട്ടികൾക്കും അത് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല, കാരണം അത്രയും ചെറിയ പ്രായമല്ലേ എന്ന് അവൾ പറയുന്നു. എനിക്കുണ്ടായത് വേറെ ആർക്കും ഉണ്ടാവരുത്, അതുപോലെ തന്നെ നമ്മുടെ കിഷോറിക്കുണ്ടായത് ആർക്കും ഉണ്ടാവരുത്, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഇനിയും ഫൈറ്റ് ചെയ്യണമെന്ന് നമ്മുടെ നായിക അവനോട് പറയുന്നു. സീനിൽ വേറൊരു വ്യക്തി വന്നിട്ട് നമ്മുടെ കർസനോട് മഹാരാജന്റെ വൈഫ് നിന്നെ കാണണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കർസൻ മഹാരാജന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ സ്ത്രീ നമ്മുടെ കർസനോട് ഒരു അഡ്രസ് കൊടുത്തിട്ട് ഇവിടെ പോയാൽ നിനക്ക് വേണ്ട അവളെ നീ കാണും എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കർസനും അവൻ നായികയും കൂടി ഈ അഡ്രസ്സ് തപ്പി പോകുന്നു. അവർ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെയാണ്, പക്ഷെ അവിടെ നിറയെ കൂലി വേലക്കാരെയാണ് അവർ കാണുന്നത്. അങ്ങനെ അവർ ഒരു വീടിന്റെ മുന്നിലെത്തി കതക് മുട്ടിയപ്പോൾ അതാ അന്ന് നമ്മുടെ നായകൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കാണാതായില്ലേ, അയാളും അയാളുടെ സഹോദരി ലീലാവതിയുമാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ നിങ്ങളിന്ന് എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഞങ്ങളിങ്ങനെ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കുറച്ചു പേർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ പേടിച്ചരണ്ടാണിരുന്നത്, പക്ഷെ പിന്നീടാണ് അത് മഹാരാജന്റെ വൈഫാണെന്ന് മനസ്സിലായത്. ആ സ്ത്രീയാണ് ഞങ്ങളെ സഹായിച്ചത്. ഇപ്പോൾ ആ സ്ത്രീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നതെന്നും അവർ പറയുന്നു. ലീലാവതിയാണെങ്കിൽ ആ സ്ത്രീ ഞങ്ങളെ സഹായിച്ചു, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും നിങ്ങളെ സഹായിക്കണം, അതുകൊണ്ട് ഞാൻ എന്തായാലും വന്ന് സാക്ഷി പറയും എന്ന് നമ്മുടെ ലീലാവതി പറയുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ ലീലാവതി പൂർണ്ണ ഗർഭിണിയും കൂടിയാണ്. അങ്ങനെ നമ്മുടെ നായകനും നായികയും കൂടി എന്തൊക്കെയായാലും ഇവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ മാറ്റണം എന്ന് അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അവർ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വണ്ടിയിൽ കയറ്റി ആരും കാണാതെ അവരെ അവിടെ നിന്ന് മാറ്റുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ മഹാരാജനെ കാണാൻ നമ്മുടെ കാർസൻ അവന്റെ ഹവായിലേക്ക് പോകുന്നു. എങ്ങനെ പോയാലും ഈ കോർട്ട് കേസ് ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് കാർസൻ അവിടേക്ക് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അതാ നമ്മുടെ മഹാരാജൻ ഇവനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴും നമ്മുടെ നായകൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നോട് മാപ്പ് പറയില്ല, കാരണം ഇനി നമുക്കെല്ലാം കൂട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ മഹാരാജൻ ലീലാവതിയെ പറ്റി പറയുന്നു. ഇത് കേട്ട് ഞെട്ടി നമ്മുടെ നായകൻ നോക്കുമ്പോൾ അതാ ലീലാവതിയെ കാണുന്നു. ലീലാവതിയെ നമ്മുടെ ഈ മഹാരാജൻ അവൻ്റെ തോഴനില്ലേ അയാളെയും കൊണ്ട് അന്നത്തെ ദിവസം രാവിലെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായി, ലീലാവതി നമുക്കിനി സാക്ഷിയായി വെക്കാൻ കഴിയില്ല, കാരണം അവളുടെ കല്യാണം വേറൊരാളായി കഴിഞ്ഞു എന്ന് പ്രൂവ് ആയില്ലേ. അങ്ങനെ നമ്മുടെ നായകൻ ഉള്ള ഒരു സാക്ഷിയും കൂടി പോയല്ലോ എന്ന വിഷമത്തിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അടുത്തത് നമ്മുടെ കോർട്ടാണ് കാണിക്കുന്നത്. കോർട്ടിൽ കേസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ബ്രിട്ടീഷ് ജഡ്ജസ് ആയ 2 പേർ പുറത്തുനിന്ന് ഇതെല്ലാം കാണുകയാണ്. നോക്കുമ്പോൾ അതാ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേസിന് വേണ്ടി ഇത്രയും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഒരു ജഡ്ജ് പറയുന്നു, ഇത് റിലീജിയൻ കാരണമാണ് അവരെല്ലാവരും തടിച്ചുകൂടിയതെന്ന്. അപ്പോൾ മറ്റേ ജഡ്ജ് പറഞ്ഞു, ഈ റിലീജിയൻ കാരണം തന്നെയാണ് ഇവരെല്ലാവരും പിരിയുകയും എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മഹാരാജൻ പല്ലക്കിൽ ഒരു രാജകീയ എൻട്രിയാണ് കാണുന്നത്. ആളുകൾ മൊത്തം ജയ് ജയ് മഹാരാജ്, ജയ് ജയ് ധീര ജവാൻ എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ മഹാരാജ് പല്ലക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ പണ്ടത്തെ പോലെ തന്നെ അവരുടെ കൈവിരലുകൾ വെച്ചു കൊടുക്കുന്നു. കാരണം അയാളുടെ പാദം മണ്ണിൽ തട്ടരുത്, അത്രയും ഒരു ദൈവികനെ പോലെ ആണ് അവരെല്ലാവരും മഹാരാജനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ കോർട്ടിൽ കേസ് നടക്കാൻ പോവുകയാണ്. ഹിയറിങ്ങിന് വിളിച്ചു. ഹിയറിംഗ് ബോക്സിൽ നിൽക്കാൻ നമ്മുടെ അഡ്വക്കേറ്റ് പറയുമ്പോൾ നമ്മുടെ രാജാവ്, ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ഗീത തൊട്ട് സത്യം ചെയ്യാനും പറയുന്നു. അപ്പോഴും നമ്മുടെ മഹാരാജൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അവസാനം ഇപ്പോൾ എന്താണ് വേണ്ടത്, ഞാൻ സത്യം ചെയ്താൽ പോലെ, രാജാക്കന്മാർ എങ്ങനെ പോയാലും സത്യം മാത്രമേ പറയുള്ളൂ എന്നെല്ലാം അയാൾ ആദ്യം പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം അയാൾ ഗീത തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. അവിടേക്ക് അയാളെ ടെസ്റ്റ് മോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ വരുന്നു. ആ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഈ മഹാരാജൻ എൻ്റെ അടുത്തേക്ക് വന്നത് അയാൾക്ക് സിഫിലിസ് എന്ന രോഗം ഉണ്ടായിട്ടാണെന്ന്. ഈ സിഫിലിസ് എന്ന രോഗം വരുന്നത് കുറേ സ്ത്രീകളുമായി ബന്ധം ഉള്ളപ്പോഴാണ്. അങ്ങനെ ഈ ഡോക്ടർ പ്രസ്താവിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇയാൾ കുറേ അബോഷനെ പറ്റിയും എല്ലാം എന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഇയാൾ പറയുമ്പോൾ നമ്മുടെ ജഡ്ജസ് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഓപ്പോസിറ്റ് അഡ്വക്കേറ്റ് വന്നിട്ട് തനിക്ക് എങ്ങനെയാണ് ഇത് സിഫിലിസ് ആണെന്ന് മനസ്സിലായത്, അതുപോലെ തന്നെ ഈ അബോഷൻ കൊണ്ടുവന്ന സ്ത്രീകളിൽ അവർ ജെയുടെ കൊച്ചു തന്നെയാണ് അവരുടെ വയറ്റിലുള്ളതെന്ന് എന്ത് പ്രൂഫാണുള്ളത് എന്നെല്ലാം ചോദിച്ച് നമ്മുടെ ഡോക്ടറെ കുഴപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, വീണ്ടും ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചാൽ പോരെ, അപ്പോൾ നിങ്ങൾക്ക് സത്യം അറിയാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ജഡ്ജസ് എല്ലാം അതിന് വേർഡിക്റ്റ് കൊടുക്കുന്നു. മാത്രമല്ല നമ്മുടെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ലഡുവിൽ വിഷം ചേർത്തിട്ടാണ് അയാൾ ഈ കുട്ടികളെയെല്ലാം കൊല്ലുന്നതെന്നും അയാൾ കൂട്ടിച്ചേർക്കാൻ മറന്നില്ല. അടുത്തതായി നമ്മുടെ തോഴനെയാണ് വേർഡിക്റ്റിന് കൊണ്ടുവന്നത്. തോഴനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ ആ അഡ്വക്കേറ്റ് പഠിപ്പിച്ചു തന്നതുപോലെ അങ്ങനെ തന്നെ എൻ്റെ കുട്ടിയാണ് ലീലാവതിയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നെല്ലാം അയാൾ പറയുന്നു. അടുത്തതായി നമ്മുടെ കർസനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം നീ റിവെഞ്ചിന് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് നമ്മുടെ കർസനോട് ഓപ്പോസിറ്റ് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ കർസൻ അവൻ്റെ വാല്യൂസിൽ നിന്ന് ഒട്ടും മാറി നിൽക്കുന്നില്ല. വിദ്യാഭ്യാസമില്ലാതെ വിട്ടുപോകുന്ന പാവം പെൺകുട്ടികളെയാണ് ഇവൻ ചൂഷണം ചെയ്യുന്നതെന്നും മതത്തിന്റെ പേരിൽ ഇവൻ നടത്തുന്നതെല്ലാം തെറ്റാണെന്നും ഒരു മതത്തിലും പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കണമെന്ന് പറയുന്നില്ല, ജയിലിൽ അടച്ചാലും താൻ സത്യം മാത്രമേ വിളിച്ചു പറയുകയുള്ളെന്നും കർസൻ പറയുന്നു. അപ്പോൾ അവിടേക്ക് കർസന്റെ വീട്ടിലെ മാമന്റെ സഹോദരിയില്ലേ, അത് സഹോദരി വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ പറയാം ജെയ്ക്കെതിരെ സാക്ഷി എന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ അവിടെ നിന്നിരുന്ന കുറേ പെൺകുട്ടികൾ എഴുന്നേറ്റ് ഞങ്ങൾ പറയാമെന്ന് പറയുന്നു. ഇതിനെല്ലാം കാരണം ശക്തമായ നമ്മുടെ കർസന്റെ വാക്കുകളാണ്. അങ്ങനെ മൊത്തം 32 പേർ ജെയ്ക്കെതിരെ സാക്ഷി പറയുന്നു. അങ്ങനെ നമ്മുടെ കോർട്ട് വിധി എഴുതുന്നു. നമ്മുടെ കർസനെ കുറ്റക്കാരനല്ല എന്ന് വിധി വന്നു. നമ്മുടെ മഹാരാജൻ തെറ്റുകാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. ആളുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മഹാരാജനെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. പിന്നീട് ആരും അവന് വേണ്ടി കൈകൾ വെച്ചു കൊടുത്തുമില്ല. അങ്ങനെ നമ്മുടെ നായകൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എല്ലാവരും നമ്മുടെ നായകനെ വളരെ സന്തോഷത്തോടെയാണ് എതിരേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കിഷോറിയുടെ അനിയത്തി വന്ന് അവൾ ചെയ്യാനിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കിഷോറിയുടെ അടുത്ത് അന്ന് അവൾ പറഞ്ഞിരുന്നു അവളുടെ ഡ്രസ്സിൽ ഒരു ടൈ കെട്ടാമെന്ന്, അതായത് ഒരു കുടുക്ക്. ആ കുടുക്ക് അഴിക്കുന്നത് കിഷോറിക്ക് നീതി കിട്ടിയാൽ മാത്രമാണ് എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവളുടെ അനിയത്തി ഇത് അഴിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകനും നായികയും എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലോകമല്ലേ, അതെല്ലാം ഈ കർസനെ പോലെയുള്ള നിരവധി ആളുകളുടെ പരിശ്രമം മാത്രമാണ്. അത് നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി എൻഡിങ്, അതുപോലെ തന്നെ ഒരു ഹാപ്പി മെസ്സേജിലാണ് നമ്മുടെ ഈ കഥ അവസാനിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള നല്ല കഥകളുമായി നമ്മൾ വരുന്നതായിരിക്കും.